പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനിന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ശരാശരി മനുഷ്യൻ്റെ ജീവിത അവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് വിലക്കയറ്റം എന്നുള്ളത് സമസ്ത മേഖലകളിലും വളരെ അധികം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. ഇതിന് നിയന്ത്രിക്കുവാനോ ഇതിന് ഒരു പരിഹാരമുണ്ടാക്കുവാനോ ഒരു അധികാരപരവും ഭരണകൂടവും യാതൊരു ശ്രമങ്ങളും നടത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിൽക്കാലങ്ങളിൽ ജനങ്ങൾക്ക് അവൻ്റെ ജീവനോപാധികൾ വലിയ വിലയില്ലാത്ത രീതിയിൽ എല്ലാ സാധനങ്ങളും ലഭ്യമായിരുന്നെങ്കിൽ ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വളരെ വലിയ വില കൊടുത്ത് വാങ്ങേണ്ട ഒരവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണ മനുഷ്യരെയാണ്. സാധാരണ മനുഷ്യർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ നാട്ടിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിതം പുലർത്തുന്ന തൊഴിലാളി വർഗത്തെക്കുറിച്ചാണ്. അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കഷ്ടതയാണ് അവരെന്ന് അനുഭവിക്കുന്നത്. ഞാനടക്കം. എനിക്ക് തന്നെ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. ഞാൻ എൻ്റെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഓട്ടോ ഡ്രൈവർ, അദ്ദേഹം തരക്കേടില്ലാത്ത സ്പീഡിൽ, ഞാൻ എപ്പോഴും സ്പീഡിൽ പോകുന്ന ആളാണ്, അദ്ദേഹം തരക്കേടില്ലാത്ത സ്പീഡിലാണ് ഉണ്ടായിരുന്നത്. അപ്പം പുള്ളിയുടെ മുൻചക്രം അത് ദ്രവിച്ച് പൊട്ടി തെറിച്ച് പോയി. അങ്ങനെ അപ്പാട് വന്ന്, എനിക്ക് ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പാട് അദ്ദേഹത്തിൻ്റെ കൈ നല്ലോണം തല്ലിപ്പോയിട്ടുണ്ട്. അപ്പാട് മുൻഭാഗം അപ്പാട് തകർന്ന് റോഡിൽ ആയിരുന്നു. വളരെ വലിയ വേദന തോന്നി എനിക്ക്. ഞങ്ങൾ കുറച്ച് എന്നെപ്പോലുള്ള മറ്റു യാത്രക്കാർ ഞങ്ങളൊക്കെ ചേർന്നാണ് അത് ഓട്ടോ വലിച്ച് റോഡ് സൈഡിലേക്ക് ഇട്ടത്. ഇതാണ് ഒരു ശരാശരി കേരളത്തിലെ മനുഷ്യൻ്റെ ജീവിത അവസ്ഥ. അദ്ദേഹം ഇത് ഓട്ടോവിനും പഴക്കമുണ്ട്. ഈ ചക്രം എന്ന് വെച്ചാൽ തുരുമ്പെടുത്ത് ദ്രവിച്ചിട്ട് പൊട്ടിപ്പോയതാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ, സാമ്പത്തിക അവസ്ഥ കൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്ന് നന്നാക്കുവാനോ അല്ലെ പുതിയത് വാങ്ങിക്കുവാനോ ഒന്നുമുള്ള ഒരു ചുറ്റുപാട് അദ്ദേഹത്തിന് ഇല്ല. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം അവസ്ഥയല്ല, കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിലാളി വർഗത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ഒക്കെ തന്നെയാണ്. ഇത് പിൽക്കാലങ്ങളിൽ ഈ സാമ്പത്തികം, പണം അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്ത് ആർക്കും വലിയ വിഷമങ്ങൾ ഇല്ലാത്ത രീതിയിൽ പോയിരുന്നുവെങ്കിൽ ഇന്ന് വളരെ വലിയ വിഷമതയാണ് ഈ ഒരു ജനവിഭാഗം അനുഭവിക്കുന്നത്. ഇവിടെ എല്ലാം കൊണ്ടും സുഖലോലുപത അനുഭവിക്കുന്നൊരു വർഗം അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥ വർഗം തന്നെയാണ്. അവർക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സാലറി പാക്കേജ് ആണ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അതിൽ എനിക്ക് ആക്ഷേപം ഉള്ളത് കൊണ്ട് പറയുകയല്ല. അതുപോലെ തന്നെ പ്രധാനമാണ് ഓരോ കേരളീയം മറ്റുള്ള പൗരന്മാരും അവരുടെയൊക്കെ നികുതി പണം ഉപയോഗിച്ചാണ് ഇവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും സാലറിയും മികച്ച രീതിയിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു വിഭാഗത്തിന് അങ്ങേയറ്റം കഷ്ടതകളും മറുവിഭാഗത്തിന് അങ്ങേയറ്റം സുഖലോലുപതയും എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ ഇന്നത്തെ കേരളീയ അവസ്ഥയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അധികം വേദനാജനകമാണ്, പ്രതിഷേധാർഹവുമാണ്. ഈ ഒരു നിലക്കാണ് സമൂഹം മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് എല്ലാ വിഭാഗം ആളുകളും മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനൊരു പരിഹാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് വളരെ അധികം അത്യന്താപേക്ഷിതമാണ്.
താങ്ക് യു. ഗുഡ് ബൈ.